ഹലോ, നമ്മളിപ്പം പോകുന്നത് ദുബായിലുള്ള ഒരു പാർക്കിലേക്കാണ്. നമ്മുടെ ഫാമിലി കസിൻസൊക്കെ ആയിട്ട് ഒരുമിച്ച് ഒരു ഇഫ്താർ പാർട്ടിയാണ്. 5 മണിക്ക് അവിടെ എത്തണം, ഫുഡൊക്കെ സെറ്റ് ചെയ്ത് ഫോട്ടോസൊക്കെ എടുക്കണം എന്നൊക്കെയായിരുന്നു പ്ലാന്. പക്ഷേ ആ പ്ലാനൊക്കെ ചീറ്റിപ്പോയി. കാരണം വേറൊന്നുമില്ല, ഇതായി കാണുന്ന ട്രാഫിക് തന്നെ. റൂമിൽ നിന്ന് 5 മണിക്ക് ഇറങ്ങിയതാണ്. പക്ഷേ ഈ ട്രാഫിക്കിൽ ആമ എഴയുന്ന പോലെ എഴിഞ്ഞതാ 6 മണി കഴിഞ്ഞു. ഇപ്പോഴും പാതി വഴിയിൽ തന്നെ. ഫ്രൂട്ട്സ് ഞങ്ങളായതുകൊണ്ട് മിക്കവാറും ഇന്നത്തെ നോമ്പ് തുറക്ക് ഫ്രൂട്ട്സ് ഇല്ലാത്ത നോമ്പ് തുറക്കേണ്ടി വരും. അങ്ങനെ ഈ ട്രാഫിക് കണ്ട് കലിതുള്ളി ഇരിക്കുമ്പോഴാണ് മനോഹരമായി നിൽക്കുന്ന കൂടണയാൻ പോകുന്ന സൂര്യനെ കണ്ടത്. അപ്പോൾ എനിക്ക് ഡിഞ്ചുവിനെയാണ് ഓർമ്മ വന്നത്. അവളുടെ ഒരു ഷോട്ടിൽ രാവിലെ തന്നെ സൂര്യനെ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. ഡിഞ്ചു ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദാ ഓടി വന്നോ, നിൻ്റെ കാണാതായ സൂര്യൻ ഇവിടെ അതിമനോഹരമായിട്ട് കത്തി ജ്വലിച്ച് നിൽപ്പുന്നുണ്ട്. ഡിഞ്ചുവിനെ അറിയാത്തവരുണ്ടാവും. യൂട്യൂബറാണ്. അവിടെ ഷോർട്ടിൽ ഞാൻ കാണലുണ്ട്. ഭയങ്കര രസമാണ് കാണാൻ. അപ്പോൾ അവൾക്ക് പ്രകൃതിയും ചെടികളും ഒക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ സൂര്യനെ പറ്റി ഡെയിലി ഇങ്ങനെ പറയാറുണ്ട്. ഒരു ദിവസം സൂര്യനെ കാണുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സൂര്യനെ കണ്ടപ്പോൾ ഞാൻ അതാണ് ഓർത്തത്. എന്തൊരു മനോഹരമാണ്. ഭയങ്കര ഒരു സീനറി ഫീലിംഗ് ആകാശത്തേക്ക് നോക്കുമ്പോൾ. അപ്പോൾ ട്രാഫിക്കിൽ നിന്ന ചൂടൊക്കെ ഇത് കണ്ടപ്പം കുറച്ചൊന്ന് തണഞ്ഞു. ഫുഡൊന്നും പറയാനില്ല. ടേസ്റ്റ് വൈസ് പൊള്ളിയായിരുന്നു. സമൂസ, കട്ട്ലേറ്റ്, റോള്, മുട്ടപ്പത്തിരി, ചട്ടിപ്പത്തിരി, ഉന്നക്കായ, അങ്ങനെ പേരറിയാത്ത 1-2 പേര് വേറെയും. ഇതൊക്കെ ഉണ്ടാക്കിയ ഇവരൊക്കെ കിച്ചൺ മാസ്റ്റേഴ്സ് തന്നെ. ഒന്നും വീഡിയോയിലില്ല. നേരം വൈകിയത് കൊണ്ട് ആർക്കും ഫോട്ടോ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. നോമ്പ് തുറന്ന് പിന്നെ പള്ളിയിൽ പോയി തിരിച്ചു വന്നതിന് ശേഷം ആണ് ബാക്കി ഐറ്റംസൊക്കെ സെറ്റ് ചെയ്തത്. നമ്മുടെ കിച്ചൺ മാസ്റ്റർ നമ്പർ 1 സഫീറ ചിക്കൻ ദം ബിരിയാണി സെറ്റ് ചെയ്യുന്ന തിരക്കിലായിരുന്നു. നോമ്പ് നോറ്റ് കഷ്ടപ്പെട്ട് ഇവരുണ്ടാക്കിയ ഫുഡിനൊക്കെ അപാര ടേസ്റ്റ് തന്നെയായിരുന്നു. നെയ്പത്തൽ, കൈപ്പത്തൽ, നൈസ് പത്തൽ, നൂലപ്പം, ഇങ്ങനെയെല്ലാം അൽഹംദുലില്ലാ. പിന്നെ പാർക്കൊക്കെ ഒന്ന് ചുറ്റി നടന്ന്. രാത്രി ആയതുകൊണ്ട് പാർക്കിൻ്റെ ഭംഗി മുഴുവൻ ആസ്വദിക്കാൻ കഴിയില്ല. എന്നാലും നല്ല തണുത്ത കാറ്റും മൂടി നിൽക്കുന്ന മഞ്ഞുപാളിയും എല്ലാം കൊണ്ട് മനോഹരം തന്നെ. ഞങ്ങൾ മാത്രമല്ല, പാർക്കിൽ മൊത്തം സമൂഹ നോമ്പ് തുറ